ശരിക്കും എനിക്ക് കഥയൊക്കെ പറഞ്ഞത് മറ്റാരോ ആണ്. ഞാൻ 1 മുതൽ 0 വരെ എന്നുള്ള പടത്തെ കഥ സിനിമയായി മാറിയ കഥ മനസ്സിലേക്ക് വന്നത് എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ മുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ തുറന്നിട്ടൊരു ചാരുകസേല ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ മുൻപിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ അമ്മയിൽ നിന്നും കുഞ്ഞിൽ നിന്നാണ് എനിക്ക് ആ 2 കഥാപാത്രങ്ങളെ കിട്ടിയത്. പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ എന്തോ ഒരു ലയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞും വരുന്നതായിട്ട് ഞാൻ കണ്ടു. അമ്മയും കുഞ്ഞിനെയും ഒരു കുഞ്ഞിനെ എടുത്തിട്ടൊരു അമ്മ നടന്നു വരുന്നത്, ഒരു യുവതിയായ അമ്മ. അങ്ങനെയാണ് എനിക്ക് ആ കഥയ്ക്ക് ഞാൻ ടൈറ്റിൽ ആകാശത്തേക്കൊരു ജാലകം എന്നാണ്. അത് ആ കിഴക്കേ മുറിയുടെ പകുതി അടച്ചിട്ടാൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള വാതിലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ജാലകമാണ് അത്. ആകാശത്തേക്കൊരു ജാലകം എന്ന് ഞാൻ ഇടാൻ കാരണം. ആ കഥ എഴുതാൻ കാരണം ആരാന്ന് ചോദിച്ചാൽ, കഥ മനസ്സിൽ വന്നു, ഞാൻ എഴുതിയില്ല, അവിടെ വെച്ചു. മനസ്സിലതുണ്ട്. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് മാതൃഭൂമിന്നല്ല മനോരമയുടെ വാർഷിക പതിപ്പിൻ്റെ എഡിറ്ററായിട്ട് അന്നുള്ള മണക്കാട് മാത്യു സാർ ഒരു കത്തയച്ചു. ആനുവലിലേക്കൊരു നോവലെറ്റ് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മറുപടി എഴുതി, ഞാൻ ഷൂട്ടിങ്ങിലാണ്, നവോദയയുടെ 3D സിനിമയാണ്, അപ്പം എന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അയക്കാം. അപ്പോൾ അദ്ദേഹം എനിക്ക് വീണ്ടും മറുപടി എഴുതി, പറ്റൂല, പേജ് വിടും, രഘു അയച്ചു തരണമെന്ന്. അത് ജിജോ കണ്ടു ആ കത്ത്. അപ്പോൾ ജിജോണ്ട് പറഞ്ഞു രഘു എഴുതുമെന്ന് പറഞ്ഞു. സമയം ഫ്രീ ടൈമിലൊക്കെ ഇരുന്നോ, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്. അങ്ങനെ ഞാൻ എഴുതി. അപ്പോഴാണ് ഈ കഥ വീണ്ടും മനസ്സിലേക്ക് വരികയും ഞാൻ എഴുതുകയും ചെയ്തു. അങ്ങനെ ആ കഥ എഴുതി, ആ കഥ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ കഥ കന്നഡയിൽ പബ്ലിഷ് ചെയ്തു. ആകാശജാലക എന്ന് പറഞ്ഞിട്ട് വന്നു.